നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വാടാനപ്പള്ളിയിൽ വൻ രാസലഹരി മരുന്നുവേട്ട, യുവാവ് അറസ്റ്റിൽ. കയ്പമംഗലം ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിലെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ET ടൈസൺ MLA ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന് നിവേദനം നൽകി. തൃപ്രയാർ NES കായലോര ഫെസ്റ്റ് ഡിസംബർ 20 റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. വാർത്തകൾ വിശദമായി. നെതർലാൻഡ്സിൽ നിന്ന് എത്തിച്ച അതിമാരകമായ മയക്കുമരുന്ന് എക്സൈസ് സംഘം പിടികൂടി. തളിക്കുളം എരണേഴത്ത് കിഴക്കൂട്ടയിൽ വീട്ടിൽ സംഗീതാണ് അറസ്റ്റിലായത്. അന്താരാഷ്ട്ര വിപണിയിൽ $1000 വില വരുന്ന കാലിഫോർണിയൻ സൺഷൈൻ എന്ന വിഭാഗത്തിൽപ്പെടുന്ന പ്രത്യേകതരം 50-ൽ പരം LSD സ്റ്റാമ്പുകളാണ് ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തത്. മൊബൈൽ കവറിനടിയിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. നെതർലാൻഡ്സ് കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചു വരുന്ന വൻ രാസലഹരി മാഫിയയാണ് ഇതിന് പിന്നിലെന്ന് പ്രാഥമിക അന്വേഷണത്തിൽ അറിയാൻ സാധിച്ചതായി എക്സൈസ് പറഞ്ഞു. പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. വാടാനപ്പള്ളി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ബെന്നി ജോർജിന്റെ നേതൃത്വത്തിൽ അസിസ്റ്റന്റ് ഗ്രേഡ് KR ഹരിദാസ്, സിവിൽ എക്സൈസ് ഓഫീസർമാരായ ബിബിൻ ചാക്കോ, PA അഫ്സൽ, അബിൽ ആന്റണി, റിൻഡോ AF, ഫ്രാൻസി എന്നിവരാണ് പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നത്. വാടാനപ്പള്ളി എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ പട്രോളിംഗിൽ ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ 50 LSD സ്റ്റാമ്പുകളുമായി സംഗീത് എന്ന ആളെ പിടികൂടിയുണ്ടായി. ന്യൂ ഇയർ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് വേണ്ടി ഡാർക്ക് ബുക്ക് വഴി വരുത്തിയ സ്റ്റാമ്പുകളാണ് ഇന്ന് പിടികൂടിയത്. ഇന്റർനാഷണൽ മാർക്കറ്റിൽ $1000 വരെ വില വരുന്നതാണെന്നാണ് അറിയിച്ചത്. തുടർന്ന് ന്യൂ ഇയർ ക്രിസ്മസ് റെയ്ഡുകൾ കൂടുതൽ ശക്തമാക്കി കൂടുതൽ കേസുകൾ കണ്ടെടുക്കുകയും ചെയ്തു. തൃശൂർ സെൻട്രൽ സഹോദയ നീന്തൽ മത്സരത്തിൽ ചന്ദ്രാപിനി SN വിദ്യാഭവൻ സ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി ധനിഷ്ഠ ജിംജി 5 സ്വർണ്ണ മെഡലുകൾ കരസ്ഥമാക്കി. 50 മീറ്റർ, 100 മീറ്റർ, 200 മീറ്റർ ഫ്രീ സ്റ്റൈൽ, 50 മീറ്റർ ബാക്ക് സ്ട്രോക്ക്, 100 മീറ്റർ IM എന്നിവയിലാണ് സ്വർണം നേടിയത്. മാള ഡോക്ടർ രാജു ഡേവിസ് ഇന്റർനാഷണൽ സ്കൂളിലാണ് മത്സരങ്ങൾ നടന്നത്. കാഞ്ഞാണി സെൻട്രൽ ലയൺസ് ക്ലബ്ബും MM മെഡിക്കെയർ ഐ ക്ലിനിക്കും സംയുക്തമായി നടപ്പാക്കുന്ന 360 ദിവസത്തെ സൗജന്യ കാഴ്ച പരിശോധന ആരംഭിച്ചു. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ നന്ദകുമാർ കൊട്ടാരത്ത് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ഹരിദാസ് ഗോപുരത്തിങ്കൽ, ക്ലബ്ബ് സെക്രട്ടറി ബാലകൃഷ്ണൻ, ട്രഷറർ ഷാലി വർഗീസ്, റീജിയൻ ചെയർപേഴ്സൺ ദിനേശൻ, സോൺ ചെയർപേഴ്സൺ സുഗതൻ എന്നിവർ സംസാരിച്ചു. മെമ്പർമാരായ മോഹൻലാൽ, അനിൽ ആന്റണി, മനോഹരൻ, ബാബു, സീന, മോളി എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. നമ്മുടെ ഡയബറ്റിസിൻ്റെ ലോക തലസ്ഥാനം ഇന്ത്യയാണ്. ആ ഇന്ത്യയിൽ ഏറ്റവും അധികം ഡയബറ്റിസ് ഉള്ളത് കേരളത്തിലാണ്. നമ്മൾ ഒരുപാട് ആരോഗ്യരംഗത്ത് ഒരുപാട് നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട് സംസ്ഥാനമാണ് കേരളം. യൂറോപ്യൻ രാഷ്ട്രങ്ങളെ കടത്തി വെട്ടുന്ന രീതിയിൽ ലൈഫ് എക്സ്പെക്റ്റൻസി 75 വർഷമാണ് നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി. ലയൺസ് ക്ലബ്ബ് ഓഫ് ഗുരുവായൂർ പ്ലെയേഴ്സ് വാടാനപ്പള്ളി സ്നേഹക്കൂടാരം ബെഡ്സ് സെന്റർ സ്കൂളിൽ സന്ദർശനം നടത്തി. സുപ്രീം കോർഡിനേറ്റർ പീതാംബരന്റെ ആരംഭത്തിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. റീജിയൻ ചെയർപേഴ്സൺ ഗിൽബർട്ട് S. പാറമേൽ ആമുഖ പ്രഭാഷണം നടത്തി. ഗുരുവായൂർ പ്ലെയേഴ്സ് ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് PS. ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. വാടാനപ്പള്ളി ലയൺസ് ക്ലബ്ബ് മെമ്പർ KR മോഹനൻ, സ്കൂൾ അധ്യാപിക സിജി ടോണി എന്നിവർ സംസാരിച്ചു. ഇടവേള. കേരളത്തിലെ പുണ്യപുരാതന വിഷ്ണുമായ ക്ഷേത്രമായ ശ്രീ കാനാടിക്കാവിൽ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ ജന്മദിനമായി ആചരിക്കുന്ന തിറവെള്ളാട്ട് മഹോത്സവം ഈ വരുന്ന ഡിസംബർ 22 മുതൽ ജനുവരി 4 വരെയുള്ള തീയതികളിൽ കൊണ്ടാടുന്നു. തൃപ്രയാർ തേവരുടെ ക്ഷേത്രത്തിൽ നിന്നും തിരുവാഭരണങ്ങൾ പൂജിച്ചുകൊണ്ട് ആരംഭിക്കുന്ന വാദ്യഘോഷയാത്ര ശ്രീ കാനാടിക്കാവ് ക്ഷേത്ര സന്നിധിയിൽ എത്തുന്നതോടെ 3 ദിവസം നീണ്ടു നിൽക്കുന്ന തിറവെള്ളാട്ട് മഹോത്സവത്തിന് ഔപചാരികമായ തുടക്കം കുറിക്കുന്നു.
ഉത്സവത്തോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന അഭിഷേക ചടങ്ങിലും എഴുന്നള്ളിപ്പിലും പങ്കെടുത്ത് ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ വിശിഷ്ട രൂപക്കളം ദർശനം നടത്തി സർവ്വദോഷ പരിഹാരങ്ങളും ആയുരാരോഗ്യ സൗഖ്യങ്ങളും സർവ്വ ഐശ്വര്യങ്ങളും സകല ഭക്തസന്താനങ്ങൾക്കും ലഭിക്കുമാറാകട്ടെ. ഹേയ്, ഒരു നിമിഷം. വർദ്ധിച്ചു വരുന്ന ഈ വൈദ്യുതി ബിൽ നിങ്ങളുടെ സമാധാനം എല്ലാ മാസവും ഇല്ലാതാക്കുകയാണോ? ഇനി വൈദ്യുതി ബില്ലിനെ ഭയക്കേണ്ട. ദിവസം വെറും 85 രൂപ മുടക്കിയാൽ നിങ്ങൾക്കും ടാറ്റയുടെ സോളാർ സ്വന്തമാക്കാം. അതും വെറും 6% പലിശയിൽ ലോൺ സൗകര്യവും. നിങ്ങളുടെ സ്വന്തം വീട്ടിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും ഗാർഹിക ഉപകരണങ്ങൾക്ക് പുറമെ നിങ്ങളുടെ ഇലക്ട്രിക് വാഹനം സൗജന്യമായി ചാർജ് ചെയ്യാനും സാധിക്കും. ഇന്ത്യയുടെ നമ്പർ 1 ബ്രാൻഡായ ടാറ്റ പവർ സോളാറിലൂടെ സർക്കാരിന്റെ PM സൂര്യഘർ യോജന വഴി നിങ്ങൾക്ക് 78,000 രൂപ വരെ സബ്സിഡി നേടാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഈ കിട്ടുന്ന 78,000 രൂപ കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം 2 വർഷം വരെയുള്ള EMI അടച്ചു തീർക്കാം. അതായത് ആദ്യത്തെ 2 വർഷം നിങ്ങൾക്ക് കാര്യമായ സാമ്പത്തിക ബാധ്യതയില്ല. അതിനു പുറമെ ടെക്കറ്റ് ടാറ്റ നിങ്ങൾക്കായി നൽകുന്നു 15,000 രൂപയുടെ സ്പെഷ്യൽ ഡിസ്കൗണ്ടും. പക്ഷേ ഒന്നോർക്കുക, 15,000 രൂപയുടെ ഈ ഡിസ്കൗണ്ട് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം. ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. ഉയർന്ന ബില്ലുകൾക്ക് വിട പറയൂ. ബുക്കിംഗിന് വേണ്ടി ഇപ്പോൾ തന്നെ ടെക്കറ്റ് ടാറ്റയെ വിളിക്കൂ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ, നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. കേരളത്തിലെ പുണ്യപുരാതന വിഷ്ണുമായ ക്ഷേത്രമായ ശ്രീ കാനാടിക്കാവിൽ ശ്രീ വിഷ്ണുമായ സ്വാമിയുടെ ജന്മദിനമായി ആചരിക്കുന്ന തിറവള്ളാട്ട് മഹോത്സവം ഈ വരുന്ന ഡിസംബർ 22 മുതൽ ജനുവരി 4 വരെയുള്ള തീയതികളിൽ കൊണ്ടാടുന്നു. പരമ്പരാഗത വാദ്യ കലാരൂപങ്ങളുടെയും നൃത്ത സംഗീതോത്സവത്തിൻ്റെയും അകമ്പടിയോടെ ആഘോഷിക്കുന്ന തിറവള്ളാട്ട് മഹോത്സവത്തിൽ പങ്കെടുത്ത് മനമുരുകി കാനാടിക്കാവ് പൊന്നുണ്ണി വിഷ്ണുമായ സ്വാമിക്ക് മുൻപിൽ സമർപ്പിക്കുന്ന ഭക്തരുടെ ഏതൊരു പ്രാർത്ഥനയ്ക്കും തീർച്ചയായും ഫലസിദ്ധിയുണ്ടാകും. ശ്രീ വിഷ്ണുമായ സ്വാമി ഭക്തരെ നേരിട്ട് കാണാൻ പുറത്തെഴുന്നള്ളുന്ന പുണ്യം നിറഞ്ഞ തിറവള്ളാട്ട് മഹോത്സവത്തിൽ പങ്കെടുക്കാനും ദർശന സൗഭാഗ്യം നേടാനും എല്ലാ ഭക്തരെയും ശ്രീ കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി അനുഗ്രഹിക്കട്ടെ. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. പെരിഞ്ഞനത്ത് ദേശീയപാതയിൽ KSRTC ബസ്സും കാറും കൂട്ടിയിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ബുധനാഴ്ച രാവിലെ 11:15 അപകടം. ഗുരുവായൂരിലേക്ക് പോയിരുന്ന KSRTC ബസ്സും എതിരെ വന്ന കാറുമാണ് കൂട്ടിയിടിച്ചത്.
കയ്പമംഗലം ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ കുടിവെള്ള പൈപ്പ് മാറ്റി സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി ജനങ്ങൾക്കുള്ള ബുദ്ധിമുട്ട് അടിയന്തരമായി പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഇ ടി ടൈസൺ MLA ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന് നിവേദനം നൽകി. ചെളിങ്ങാട് ഭാഗത്ത് റോഡിലെ പൊടിശല്യത്തിന് പരിഹാരം കാണണമെന്നും കുഴിച്ചെടുത്ത മണ്ണ് റോഡിൽ നിന്ന് എത്രയും വേഗം നീക്കം ചെയ്യണമെന്നുമാണ് ആവശ്യം. നാട്ടിയ ഫർക്ക ശുദ്ധജല പദ്ധതിയിലെ കാലാഹരണപ്പെട്ട പൈപ്പുകൾ മാറ്റി സ്ഥാപിക്കുന്നതിനായാണ് റോഡ് പൊളിച്ചത്. റോഡിൻ്റെ മധ്യഭാഗം കുഴിച്ചാണ് 700 mm വ്യാസമുള്ള DI പൈപ്പ് സ്ഥാപിക്കുന്ന പ്രവൃത്തി നടക്കുന്നത്. പൈപ്പിട്ട് കുഴി മൂടിയെങ്കിലും വാഹനങ്ങൾ കടന്നു പോകുമ്പോഴുള്ള പൊടി മൂലം വ്യാപാരികളും വീട്ടുകാരും യാത്രികരും ദുരിതത്തിലായിരിക്കുകയാണ്. കുഴിച്ച മണ്ണ് റോഡിൽ കിടക്കുന്നതും ഗതാഗത തടസ്സം ഉണ്ടാക്കുന്നുണ്ട്. ഇക്കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് പരിഹരിക്കണമെന്നും പൈപ്പ് സ്ഥാപിക്കൽ കഴിഞ്ഞാൽ റോഡ് വേഗത്തിൽ ടാർ ചെയ്യണമെന്നും ചൂണ്ടിക്കാട്ടിയാണ് നിവേദനം നൽകിയിട്ടുള്ളത്. താന്യം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ മഹാത്മാഗാന്ധി ഗ്രാമീണ ദേശീയ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കൊപ്പം ക്രിസ്മസ് പുതുവത്സരാഘോഷം നടത്തി. വാർഡ് മെമ്പർ ആൻഡ്രോ തൊറയൻ കേക്ക് മുറിച്ച് തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നൽകി ഉദ്ഘാടനം ചെയ്തു. മധുരവിതരണവും നടത്തി. കിസ്മത്ത് പിയൂസ്, സജിത സുനിൽ, ലില്ലി ജോസ് കൊമ്പൻ, വിജയപ്രകാശൻ, ഗിരിജ കൊടപ്പുള്ളി, രേണുക റിജു, വത്സല അശോകൻ എന്നിവർ നേതൃത്വം നൽകി. നമ്മുടെ 5-ാം വാർഡിൻ്റെ തൊഴിലുറപ്പ് തൊഴിലാളികളോടൊപ്പമാണ് ഈ കൊല്ലവും കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് നമ്മൾ ആഘോഷിക്കുന്ന ക്രിസ്തുമസ് ന്യൂ ഇയറിൻ്റെ ആഘോഷം ഈ വർഷവും നടക്കുകയാണ്. നമുക്കറിയാം, ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇലക്ഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ പുതിയ മെമ്പറൊക്കെ ആയിട്ടുണ്ട് ഈ വാർഡിൽ. പക്ഷേ 21-ാം തീയതിക്ക് ശേഷമാണ് അത് ചാർജ് എടുക്കുന്ന പ്രക്രിയ നടക്കുന്നതിനാൽ ഈ നിലവിൽ 20-ാം തീയതി വരെ ഉള്ള ഈ നിലവിലുള്ള മെമ്പർമാർക്ക് ചാർജ് ഉള്ളതുകൊണ്ട് എല്ലാവരുടെയും അനുവാദത്തോടു കൂടിയിട്ടാണ് ഈ തവണയും നമ്മുടെ തൊഴിലുറപ്പ് തൊഴിലാളികളോടൊപ്പം നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കുകയാണ്. നമുക്കറിയാം, നമ്മുടെ ഏതൊരു ആഘോഷവും ഇവിടെ ഓണമായാലും മറ്റ് ആഘോഷങ്ങളൊക്കെ ആയി തന്നെയാലും നമ്മുടെ ഈ വാർഡിലെ ഏറ്റവും മനോഹരമായി തൊഴിലുറപ്പ് പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ള തൊഴിലാളികളോടൊപ്പമാണ് ആഘോഷിക്കാറ്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും ആദ്യമേ കൃത്യമായ ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെ ആശംസകൾ നേരുകയാണ്. കഴിഞ്ഞ 5 വർഷക്കാലം നൽകിയ സഹകരണത്തിന് കൃത്യമായി നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. തൃപ്രയാർ NES കായലോര ഫെസ്റ്റ് ഡിസംബർ 20-ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് NES ചെയർമാൻ ശിവൻ കണ്ണോളി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രാവിലെ 9:30-ന് NES വിദ്യാർത്ഥികളുടെ കലാപരിപാടികളോടുകൂടി കായലോര ഫെസ്റ്റിന് തുടക്കമാകും. വൈകിട്ട് 5-ന് പൂർവ്വ വിദ്യാർത്ഥി ദ്യുതിയുടെ നേതൃത്വത്തിലുള്ള സുഭദ്ര നൃത്തവിദ്യാലയം നയിക്കുന്ന നൃത്തസന്ധ്യ നടക്കും. തുടർന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ കായലോര ഫെസ്റ്റിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കും. NES ചെയർമാൻ ശിവൻ കണ്ണോളി അധ്യക്ഷനാവും. ബെന്നി ബെഹന്നാൻ MP, MLA-മാരായ CC മുകുന്ദൻ, ET ടൈസൺ, NK അക്ബർ, സനീഷ് കുമാർ എന്നിവർ മുഖ്യാതിഥികളാകും. തുടർന്ന് രാമു കാര്യാട്ടിൻ്റെ പേരിൽ സിനിമാ താരങ്ങൾക്കുള്ള അവാർഡ് സമർപ്പണം, വിദ്യാഭ്യാസ അവാർഡ്, പെൻഷൻ ഉൾപ്പെടെയുള്ള ചികിത്സാ സഹായ വിതരണം, പൂർവ്വ വിദ്യാർത്ഥികൾ നയിക്കുന്ന നൃത്തസന്ധ്യ, സ്നേഹാദരവ്, തുടർന്ന് DJ നൈറ്റോടുകൂടി കായിക ഫെസ്റ്റിന് സമാപനമാകും. ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, AN സിദ്ധപ്രസാദ്, VD സന്ദീപ് എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. NESന്റെ കായലോര ടൂറിസം ക്ലബിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ കായലോര ഫെസ്റ്റ് ഡിസംബർ 20-ന് നടക്കുന്നത്. വിവിധ പരിപാടികളൊന്നും നമ്മൾ ആവിഷ്കരിച്ചിട്ടുണ്ട്. രാവിലെ മുതൽക്ക് തന്നെ വിദ്യാർത്ഥികളുടെ ആർട്സ് ഡേയും വൈകിട്ടൊരു 5 മണി മുതൽ രാത്രി 10 വരെ വിവിധ പരിപാടികൾ തയ്യാറാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. സിനിമ ചലച്ചിത്ര മേഖലയിലെ താരങ്ങളെ അവർക്ക് അവാർഡ് നൽകൽ പരിപാടി നമ്മുടെ ബഹുമാന്യ മന്ത്രി ശ്രീ രാജൻ അവர்களാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. കായലോര ഫെസ്റ്റിനോടനുബന്ധിച്ച് NES തീരത്ത് കവിയരങ്ങ് സംഘടിപ്പിച്ചു. കവി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. സംഗീതാധ്യാപിക കൃഷ്ണപ്രിയ, വിദ്യാർത്ഥികളായ അബിത ബാബുരാജ്, KS ശ്രീലക്ഷ്മി, ഭവ്യ നായർ, PR അതുൽരാജ് എന്നിവർ കവിതകൾ ആലപിച്ചു. കൺവീനർ ഉണ്ണികൃഷ്ണൻ തൈപ്പറമ്പത്ത്, പ്രിൻസിപ്പാൾ NC അനീജ,
ബോർഡ് മെമ്പർമാരായ AN സിദ്ധപ്രസാദ്, ജയശ്രീ രാധാകൃഷ്ണൻ, അസിസ്റ്റന്റ് പ്രൊഫസർ MV ലതിമോൾ, അധ്യാപകരായ V ശശിധരൻ, NR സ്മിത, കവിത, ലിജിന ജെയിൻ, പ്രിയങ്ക ബാബു, അങ്കിത TS, MB ദീപ, PR സുഷമ എന്നിവർ പങ്കെടുത്തു. ഞാനിവിടെ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയുകയാണ്. നമ്മളിൽ എല്ലാവരിലുമുള്ള ഒരു നിധിയെക്കുറിച്ച്, നമ്മളിൽ എല്ലാവരിലുമുള്ള സർഗശക്തിയെക്കുറിച്ച് ഞാൻ നിങ്ങളോട് എൻ്റെ വിചാരങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കും. അപ്പോൾ നിങ്ങൾക്കുള്ള സംശയങ്ങൾ, ഇപ്പോൾ സംഗീതത്തെക്കുറിച്ച് ടീച്ചറോട് ചോദിക്കാം, ഞാൻ പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ നിങ്ങളിലുള്ള കവിത എഴുതുന്നവരുണ്ടെങ്കിൽ കവിത ഇവിടെ വന്ന് ചൊല്ലാം. അല്ലാതെ കവിത ചൊല്ലാൻ കഴിവുള്ളവർക്ക് ഇവിടെ വന്ന് കവിത ചൊല്ലാം, മറ്റുള്ളവരുടെ കവിത ചൊല്ലാം. അതുപോലെ കഥ പറയുവാൻ കഴിവുള്ളവർക്ക് ഇവിടെ വന്ന് കഥ പറയാം. പാടാൻ കഴിയുന്നവർക്ക് ഇവിടെ വന്ന് പാടാം. മണലൂർ ഗോപിനാഥ് രചിച്ച ഓട്ടം തുടങ്ങിയ കഥ എന്ന ജീവചരിത്ര പുസ്തകത്തിന്റെ കവർ പേജ് പ്രകാശന കർമ്മം ഗുരുവായൂർ ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ നിർവഹിച്ചു. പൈതൃകം ഗുരുവായൂർ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, ഇമ പബ്ലിക്കേഷൻ എഡിറ്റർ രേഖ വെള്ളത്തൂവൽ, അഖില ഭാരത ഗുരുവായൂരപ്പ ഭക്തസമിതി കൺവീനർ സജീവൻ നമ്പിയത്ത് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. വാടാനപ്പള്ളിയിൽ വൻ രാസലഹരി മരുന്നുവേട്ട, യുവാവ് അറസ്റ്റിൽ. കയ്പമംഗലം ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിലെ ബുദ്ധിമുട്ടുകൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ET ടൈസൺ MLA ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിന് നിവേദനം നൽകി. തൃപ്രയാർ NES കായലോര ഫെസ്റ്റ് ഡിസംബർ 20 റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്യും. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.